Let's go for a 3 days trip to പോണ്ടിച്ചേരി. ഇന്ത്യയുടെ 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒന്നാണ് പോണ്ടിച്ചേരി. പണ്ട് കാലത്ത് ഒരു ഫ്രഞ്ച് കൊളോണിയൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു ഇത്. സോ ഇപ്പോഴും അവിടെ അതിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് പോണ്ടിച്ചേരിയിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ല. പിന്നെ ട്രെയിൻ സർവീസ് ഉള്ളത് പോണ്ടിച്ചേരിയിലെ നിയർ ബൈ പ്ലേസ് ആയിട്ടുള്ള വില്ലുപുരത്തേക്കായിരുന്നു. സോ ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങി അവിടുന്ന് വേറൊരു ട്രെയിൻ പിടിച്ചിട്ടാണ് പോണ്ടിച്ചേരിയിലേക്ക് പോയത്. ഈ ഷൊർണൂർ എന്നുള്ള ട്രെയിൻ സർവീസ് ഫ്രൈഡേ ആൻഡ് സൺഡേ ഈ 2 ഡേയ്സിലാണ് വീക്കിലി അവൈലബിൾ ആയിട്ടുള്ളത്. മോർണിംഗ് 10 o'clock ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ പോണ്ടിച്ചേരി റീച്ച് ചെയ്തു. നേരെ സ്റ്റേയിൽ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഞങ്ങളുടെ മെയിൻ പേർപ്പസ് ഓഫ് ദ ട്രിപ്പ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലെ ഫുഡ് സ്പോട്ട്സ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൊറമോണ്ടൽ കഫേയിലേക്കാണ്. കോണ്ടിനെൻ്റൽ ഫുഡ് ട്രൈ ചെയ്യാനായിട്ടൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ കഫേ. ഞങ്ങൾ ഓർഡർ ചെയ്തത് സീ ഫുഡ് സ്പാഗറ്റി ആൻഡ് പോർക്ക് റിബ്സ് ആയിരുന്നു. ആൻഡ് ഫുഡ് വാസ് റിയലി യം ആൻഡ് ഹൈലി റെക്കമെൻഡ്. അവിടുന്ന് നേരെ പോയത് ക്രാഫ്റ്റ് ബസാറിലേക്കാണ്. അവിടെ കുറേ സ്വനിയേഴ്സും അതുപോലെ തന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പോയത് ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് ഡെസേർട്ട്സ് ട്രൈ ചെയ്യാനായിട്ട്. അവിടെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്ട്സ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്തത് തിരാമിസു ആൻഡ് ചീസ് കേക്ക് ആയിരുന്നു. ആവറേജ് ആയിരുന്നു രണ്ടും. ഇതൊക്കെ പോണ്ടിച്ചേരി റോക്ക് ബീച്ചിനോട് ചേർന്നുള്ള കുറച്ച് സ്പോട്ട്സ് ആണ്. ഈവനിങ് ടൈമിൽ ഞങ്ങൾ പോയത് അരിക്കമേടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ്. പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് അറൗണ്ട് ഒരു 8 kilometers ആണ് ഈ സ്പോട്ടിലേക്കുള്ളത്. സോ ബെറ്റർ നമ്മൾ പോണ്ടിച്ചേരിയിൽ വരുമ്പം ഒരു സ്കൂട്ടി റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്പോട്ട്സിലേക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റും. ഏൻഷ്യൻ ടൈമിൽ ഇൻഡോ റോമൻ ട്രേഡിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആ സമയത്തെ ഒരു പോർട്ട് ആൻഡ് ട്രേഡ് സെൻ്റർ ആയിരുന്നു ഈ അരിക്കമേട്. ആഫ്റ്റർ ദാറ്റ് ഈവനിങ് സൺസെറ്റ് ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ പോയത് അവിടുത്തെ ഏതൻ ബീച്ചിലേക്കാണ്. ഇതിനടുത്തായിട്ട് തന്നെയാണ് പോണ്ടിച്ചേരിയിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള പാരഡൈസ് ബീച്ചും ഉള്ളത്. ദെൻ ഡിന്നർ കഴിച്ചിട്ട് അന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്തു. ഇറ്റ്സ് ഡേ 2 ഇൻ പോണ്ടി. ഇന്ന് നമ്മൾ പോകുന്നത് ഓറോവിൽ കാണാനാണ്. പോണ്ടിച്ചേരിയിൽ നിന്നൊരു 15 kilometers അകലെയുള്ള തമിഴ്നാട്ടിലെ വില്ലുപുരം എന്നുള്ളൊരു ഡിസ്ട്രിക്റ്റിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. യൂണിറ്റിയിലും ഹാർമണിയിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ് ഈ ഓറോവിൽ. ഇതിൻ്റെ ഉള്ളിൽ ഓറോവിലിൻ്റെ ഹിസ്റ്ററി പറയുന്ന മ്യൂസിയം, ആർട്ട് ഗാലറീസ്, വീഡിയോ പ്രസൻറ്റേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പോണ്ടിച്ചേരിയിലെ ക്രാഫ്റ്റ് ബസാറിൽ കണ്ട പോലെ ഇവിടെയും കുറേ സുവനിയേഴ്സും ക്രാഫ്റ്റ്സും ഒക്കെ വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. ഇവിടെ തന്നെയുള്ള ആളുകൾ ഉണ്ടാക്കി വിൽക്കുന്ന കാര്യങ്ങളാണ് മിക്കതും. അതുപോലെ തന്നെ കുറച്ച് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഓറോവിലിൻ്റെ തന്നെ അടുത്തായിട്ടുള്ള അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പിസ്സ സ്പോട്ടിലേക്കാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പിസ്സ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് പിസ്സ ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫുഡ് സ്പോട്ടിൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്.
ഓറോവില്ല വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് അവിടുത്തെ പോട്രി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ഓറോവില്ലിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതേപോലെ പോട്രി ക്ലാസ്സസ് എടുക്കുന്ന കുറേ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞങ്ങൾ പോയത് ശ്രീ ഗണപതി പോട്രി ക്ലാസ് എന്ന് പറഞ്ഞൊരു സെൻറ്ററിലാണ്. നമുക്ക് 1 hour സെഷൻ അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ആദ്യം ചെല്ലുമ്പം അവർ നമുക്കൊരു ഡെമോ ക്ലാസ് എടുത്ത് തരും. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പോട്രീസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അവർ നമ്മളെ ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യും, നമുക്ക് പറഞ്ഞു തരുമൊക്കെ ചെയ്യും. സോ നിങ്ങൾ എന്തായാലും പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. നമ്മൾ ഉണ്ടാക്കുന്ന പോട്രീസൊക്കെ ഒരു ദിവസം എടുക്കും ഡ്രൈ ആവാനായിട്ട്. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ചെല്ലുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പോട്രീസൊക്കെ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി അവരവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന സെറാമിക് പോട്ട്സ് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഈവനിങ് ടൈമിൽ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അതുപോലെ നിങ്ങൾ പോണ്ടിച്ചേരിയിൽ സൺഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അവിടുത്തെ സൺഡേ മാർക്കറ്റ്. നെക്സ്റ്റ് ഞങ്ങൾ പോയ ഫുഡ് സ്പോട്ട് പാട്ടിക്കടയായിരുന്നു. ഇത് ബജ്ജി വിൽക്കുന്ന ഒരു സ്പോട്ടാണ്. നോർമൽ ബജ്ജി അല്ല, ഫിഷ് ബജ്ജീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷിലുള്ള ബജ്ജീസ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സ്പോട്ട് ലേ കഫേ ആണ്. ബീച്ചിനടുത്ത് തന്നെയുള്ളൊരു കഫേയാണിത്. ഇവിടെ പോയാൽ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഇറ്റ്സ് ഡേ 3 ഇൻ പോണ്ടി. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ആഫ്റ്റർനൂൺ ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. സോ മോർണിംഗ് സൺറൈസ് കാണാനായിട്ട് റോക്ക് ബീച്ചിലെത്തി. അത് കഴിഞ്ഞ് അവിടുത്തെ സർഗ്രു എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ വൈറ്റ് ടൗണിലൊന്ന് ചുറ്റി അടിച്ച് നടന്നിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി. സോ നമ്മുടെ ട്രെയിൻ വരുന്നത് വില്ലുപുരത്തു നിന്നാണ്. വില്ലുപുരത്തു നിന്ന് കൊച്ചിയിലേക്കായിരുന്നു റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 37 കിലോമീറ്റേഴ്സ് ആണ് വില്ലുപുരത്തേക്കുള്ളത്. നമുക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് ബസ്സസ് അവൈലബിൾ ആണ്. വില്ലുപുരത്ത് നിന്ന് നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ 1:15 ഗുരുവായൂർ എക്സ്പ്രസ്സിന് തിരിച്ച് കൊച്ചിയിലേക്ക് കയറി.